കൂടിനുള്ളിൽ ഒരൊഴിവുണ്ട്. ഒന്നുകിൽ നമുക്ക് ആ ഒഴിവിനെ വേസ്റ്റ് ഇട്ട് നിറയ്ക്കാം, അല്ലെങ്കിൽ ഉപകാരമുള്ള നിർജീവമായ മറ്റെന്തിനെയെങ്കിലും കൊണ്ടും നിറയ്ക്കാം. ഇത് രണ്ടുമല്ലാതെ ഒന്നിനെ നിറയ്ക്കുകയാണെങ്കിൽ അത് ജീവനുള്ള വസ്തു ആയിരിക്കണം, അല്ലേ? ഞങ്ങളെപ്പോലെ. ശബ്ദമുയർത്തുന്നവരെ നിങ്ങൾക്കെന്നും ഭയമാണ്. അവനെ ഭ്രാന്തനെന്ന് മുദ്രകുത്തും. എന്നിട്ട് ഈ രാജ്യം വിടാൻ ആവശ്യപ്പെടും, അല്ലെങ്കിൽ ഇതുപോലൊരു കൂട്ടിലേക്കിടും. എന്നിട്ട് പുറം ലോകത്തോട് അവർക്കിവിടെ വലിയ സന്തോഷവും സമാധാനവും സ്വാതന്ത്ര്യമൊക്കെയല്ലേ എന്നു പറഞ്ഞിട്ട് അവരുടെ ചിത്രങ്ങളിൽ ചിരിമുഖങ്ങൾ പതിപ്പിച്ച് പ്രദർശിപ്പിക്കും. നിങ്ങളുടെ ദൈവബിംബങ്ങൾ പോലെ തന്നെ രക്ഷപ്പെടാനുള്ളൊരു കൈത്താങ്ങിനായി നൂറ്റാണ്ടുകളായി ഞങ്ങളും കൈനീട്ടുന്നുണ്ട്. എന്നാൽ കമ്പിവേലി കൊണ്ട് മുഖം മറച്ചിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് കൃത്യമായി ആരെയും കാണാൻ കഴിയുന്നില്ലെന്നുള്ളതാണ് സത്യം. Stop it! ഈ സഹതാപത്തിന്റെ കൊലച്ചിരിയാണ് ഞങ്ങളെ ദഹിപ്പിക്കുന്നത്. ഇനിയൊരു സത്യം പറയട്ടെ. ഇത്രയും പറഞ്ഞത് ഈ പൂട്ട് പൊളിച്ച് ഞങ്ങളുടെ സ്വർഗത്തിലെ കട്ടുറുമ്പാകാൻ ഈ കൂടിനുള്ളിലേക്ക് കെട്ടിയെടുക്കരുതെന്നുള്ള മുൻകൂർ ജാമ്യമാണ്. ഇവിടെ ഞങ്ങൾക്ക് മനസമാധാനമുണ്ട്. പുറത്ത് നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന തോന്നിയാസങ്ങൾക്ക് സാക്ഷിയാവുണ്ടല്ലോ. ഒപ്പം ഇടിയും മിന്നലും മഴയും പേടിക്കാൻ വേണ്ട, വയറ് നിറയെ ശാപ്പാട്. ഒരു പാത്രത്തിലുണ്ട് ഇഷ്ടമുള്ള കൂട്ടിൽ കിടന്നത്. പിന്നെ